ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ സൽബാർഡി എന്ന മറാത്തി മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് പ്രസന്റിലാണ്. നമ്മുടെ സിനിമയിലെ നായികയായ പൂജ ഇപ്പോൾ ദുരൂഹമായ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ആ സ്ഥലം കാണാൻ തന്നെ ആകെ തകർന്ന് നാശമായി കിടക്കാണ്. ഏതോ പഴയ കോട്ട പോലെയൊക്കെ തോന്നും. അതിനുള്ളിൽ പല ഭയാനകമായ സംഭവങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെ ആ കോട്ടയുടെ ഉൾഭാഗം കാണിക്കുമ്പോൾ അവിടെ പ്രേതത്തെ പോലെ ഒരു രൂപം കാണുന്നു. ഇതിന് നമുക്ക് പ്രേതമെന്നും പറയാം, അല്ലെങ്കിൽ ദുരൂഹനായ ഒരു മനുഷ്യനെന്നും പറയാം. അങ്ങനെ ആ ദുരൂഹ മനുഷ്യൻ ആ ഗ്രാമത്തിലെ ഒരു പയ്യനെ അവിടെ തട്ടിക്കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുകയാണ്. ആ പയ്യന്റെ പേര് സുന്ദർ എന്നാണ്. എടാ സുന്ദർ, നീ ഭയപ്പെടണ്ട, നിന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നതിനൊരു കാരണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് തന്നെ ആ ദുരൂഹ മനുഷ്യൻ സുന്ദറിനെ കൊല്ലുന്നതായി കാണിക്കുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ കഥ 30 വർഷം പുറകോട്ട് പോവാണ്. അതേ ഗ്രാമത്തിൽ ഒരാൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. വലിയ ആഗ്രഹത്തോടെ അയാൾ ആ മകനെ നോക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞിനെ കണ്ട ഉടനെ അയാൾക്ക് വല്ലാത്തൊരു ദേഷ്യം വരുന്നു. എന്താടാ ഇത് എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അയാൾ അവിടെ നിന്നും പോകുന്നതായി കാണിക്കുന്നു. ഇപ്പൊ വീണ്ടും കഥ പ്രസന്റിലേക്ക് വരുന്നു. സത്യത്തിൽ ഈ ഗ്രാമം എന്താണ്, ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ശരി, നമുക്കിനി ഈ ഗ്രാമത്തെക്കുറിച്ച് നോക്കാം. കൃത്യം 1 മാസം മുമ്പ്, അതായത് പ്രസന്റിൽ നിന്നും 1 മാസം മുമ്പാണ് ഈ കഥ കാണിക്കുന്നത്. അങ്ങനെ ഒരു ഗ്രാമത്തിലേക്ക് ഒരു ടീച്ചർ വരികയാണ്. അവിടെയുള്ള സ്കൂളിലേക്ക് പുതുതായി വരുന്ന ഒരേ ഒരു ടീച്ചറാണ് ഇദ്ദേഹം. അങ്ങനെ ഒരു ബസ്സിൽ കയറിയിരിക്കുമ്പോൾ സൽപ്പർത്തി എന്ന ഈ ഗ്രാമത്തിൽ ബസ് നിർത്താതെ പോകുന്നു. ചേട്ടാ, വണ്ടി നിർത്തി ചേട്ടാ, എന്താ നിർത്താതെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ സാർ, ഈ ഗ്രാമത്തിൽ സ്റ്റോപ്പില്ല, അടുത്ത ഗ്രാമത്തിൽ നിർത്താം, അവിടെ ഇറങ്ങി നടന്നു പൊക്കോളൂ എന്ന് പറഞ്ഞ അടുത്ത നാട്ടിൽ വണ്ടി നിർത്തുന്നു. അവിടെ ഒരു ഒറ്റയടി പാത പോലെയുണ്ട്. ആ വഴിയിലൂടെ ടീച്ചർ അങ്ങനെ ഗ്രാമത്തിലേക്ക് നടന്നു കയറാണ്. ഇപ്പോൾ ആ ഗ്രാമത്തിൽ ഐമാൻ എന്ന പേരുള്ള ഒരാളുണ്ട്. ഈ ഐമാൻ ആരാണെന്ന് വെച്ചാൽ ആ ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകനാണ്. തൻ്റെ അച്ഛന് ശേഷം ഈ ഗ്രാമം തൻ്റെ കൺട്രോളിലായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാൾ. കുറച്ച് മുമ്പാണ് അയാളുടെ അച്ഛൻ പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിച്ചത്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ഒരു ഫാദറിനെ കാണിക്കുന്നു. ഇദ്ദേഹം ഒരു ചർച്ചിലെ ഫാദറാണ്. അവിടെയുള്ള ഒരുപാട് കുട്ടികളെയും കുടുംബങ്ങളെയും വിളിച്ച് യേശുവിനെ കുറിച്ചുള്ള കഥകളൊക്കെ പറഞ്ഞ് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ഇടപഴകുന്ന ഒരാൾ. പിന്നെ ഒരു പോസ്റ്റ്മാനെ കാണിക്കുന്നുണ്ട്. ഒപ്പം ഒരു പാട്ടുമാഷിനെയും കാണിക്കുന്നു. ഈ പുതിയ ടീച്ചർ വരുന്നതിന് മുമ്പ് ആ ഗ്രാമത്തിലെ മാഷ് ഇദ്ദേഹമായിരുന്നു. വളരെ നാളുകളായി ആ ഗ്രാമത്തിൽ ഒരു കഥ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് ആ ഗ്രാമത്തിൽ വളരെ വലിയൊരു നിധിയുണ്ടത്രേ. നാട്ടിന് പുറത്തുള്ള ആൽമരത്തിന്റെ അടിയിലാണ് ആ നിധിയുള്ളതെന്നും അതെടുത്താൽ തങ്ങളുടെ ഗ്രാമം മാത്രമല്ല ചുറ്റുമുള്ള എല്ലാ ഗ്രാമങ്ങളും സമ്പന്നമായി കോടികളിൽ ആറാടാൻ മാത്രമുള്ള പൊന്നുണ്ടാവുമെന്നാണ് സംസാരം. പക്ഷെ വെറുതെ ഒന്നും ആ ആൽമരത്തിന്റെ ചുവട് തോണ്ടി നിധി എടുക്കാൻ പറ്റില്ല. അതിനെ ഒരു സാത്താൻ കാവൽ നിൽക്കുന്നുണ്ടെന്നും ഒരു കഥയുണ്ട്. എന്നാൽ ഇതെല്ലാം വെറും കഥകൾ മാത്രമാണ്. പുതുതായി വന്ന ഈ ടീച്ചറോട് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ എല്ലാവരും ചേർന്ന് തമാശയായി ഈ കാര്യങ്ങൾ പറയാണ്. പക്ഷേ ഈ ടീച്ചർക്ക് ഇത്തരം കാര്യങ്ങളിലോ ഈ തിയറിയിലോ യാതൊരു വിശ്വാസവുമില്ല. ഏതോ പുരാണ കഥകളാണെന്നും പറഞ്ഞ് ആരോ നിങ്ങളെ പറ്റിക്കാൻ എഴുതി വെച്ചതാണ്, അതും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്ന് ചോദിച്ച് ടീച്ചർ അവരെ കളിയാക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ഹിന്ദു ഫെസ്റ്റിവൽ വരികയാണ്. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഗ്രാമത്തിലെ മധ്യഭാഗത്തേക്ക് പോകും. അവിടെ ഉത്സവത്തിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് റെക്കോർഡഡ് ഡാൻസും പാട്ടും ആഘോഷവും ഒക്കെ ആയി വലിയ പരിപാടികൾ നടക്കും. അതുകൊണ്ട് നാട്ടിലെ പുരുഷന്മാർ നേരം വെളുക്കുന്നവരെ അവിടെ നിൽക്കുന്നത് പതിവാണ്. ഇപ്പോൾ കാർത്തിക് എന്ന പേരുള്ള ഒരു പയ്യനെ കാണിക്കുന്നു. അവന്റെ അമ്മ അവിടേക്ക് വന്ന്, എടാ, മണി 12 ആവാൻ പോകുന്നു, നിന്റെ അച്ഛൻ ഇപ്പോഴും അവിടെ ഇരുന്ന് റെക്കോർഡ് ഡാൻസ് കാണുകയാണോ, പോയി വേഗം വീട്ടിലേക്ക് കൊണ്ടുപോടാ എന്ന് പറയുന്നു. അമ്മ, ഇവിടെ നിന്ന് ഒരുപാട് ദൂരം നടക്കണ്ടേ, എനിക്ക് പേടിയാവുന്നു എന്ന് കാർത്തിക് പറഞ്ഞിട്ടും അത് കേൾക്കാതെ അമ്മ അവനെ ആ ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ ഒരു ടോർച്ച് ലൈറ്റും എടുത്ത് കാർത്തിക് പേടിച്ച് നടന്നു വരുമ്പോൾ തന്നെ എന്തൊക്കെയോ ദുരൂഹമായ ശബ്ദങ്ങൾ അവൻ കേൾക്കുന്നുണ്ട്. അവൻ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട്, അച്ഛാ വീട്ടിലേക്ക് വാ, അമ്മ വിളിക്കുന്നു, ഇവിടെ ഇരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. എടാ, അതൊക്കെ എനിക്കറിയാം, നീ വീട്ടിലേക്ക് പോടാ, ഞാനിത് കണ്ടിട്ടേ വരൂ. റോസ മാഡം വന്ന് ഡാൻസ് കളിക്കാൻ പോവാണത്രേ എന്ന് പറഞ്ഞ അച്ഛൻ വീണ്ടും മകനെ ആ ഇരുട്ടിൽ തന്നെ വീട്ടിലേക്ക് തിരിച്ചയക്കുന്നു. ഇപ്പോൾ കാർത്തിക് പേടിച്ചുകൊണ്ട് ആ വഴിയിലൂടെ പോകുമ്പോൾ പെട്ടെന്നൊരു ദുരൂഹ മനുഷ്യൻ അവിടെ വന്ന് കാർത്തിക്കിനെ തട്ടിക്കൊണ്ടുപോകുന്നു. കട്ട് ചെയ്താൽ ഓപ്പണിംഗ് സീനിൽ ഒരു ഭയാനകമായ കോട്ടയുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കോട്ടയാണ് കാണിക്കുന്നത്. പ്രേതം പോലുള്ള രൂപത്തിൽ ഒരു ദുരൂഹ മനുഷ്യനുണ്ടാവും എന്ന് പറഞ്ഞില്ലേ, ആ മനുഷ്യൻ കാർത്തികിനെയും കാത്തിരിക്കുകയാണ്. അവിടെ കാർത്തികിൻ്റെ അടുത്ത് വന്ന്, ഒന്നും പേടിക്കണ്ട, എല്ലാം നല്ലതിനാണ്, നിധി നമുക്ക് കിട്ടണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് താൻ ആരാധിക്കുന്ന ദൈവത്തിന്, അതായത് സാത്താന്, കാർത്തികിനെ ബലി കൊടുക്കുന്നു. കട്ട് ചെയ്താൽ പിറ്റേ ദിവസം രാവിലെ ഗ്രാമത്തിലുള്ള ഒരു കുളം കാണിക്കുന്നു. അവിടെ ഒരു സ്ത്രീ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഡെഡ് ബോഡി. ആരാണെന്ന് നോക്കുമ്പോൾ അത് കാർത്തികിൻ്റെ ബോഡിയാണ്. നാട്ടുകാരെല്ലാവരും ഞെട്ടിത്തെറിച്ച് ഓടി വരികയാണ്. കുറച്ച് നേരത്തിനുള്ളിൽ കാർത്തികിൻ്റെ അച്ഛനും അമ്മയും അവിടെ ഓടി വന്ന് അത് കണ്ട്, അയ്യോ, എൻ്റെ മോനാണല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നു. കാർത്തികിൻ്റെ അച്ഛനാണെങ്കിൽ, ഇന്നലെ അവൻ വന്ന് വിളിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ, ഇപ്പോൾ എൻ്റെ മോൻ പോയല്ലോ എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ പോലീസുകാർ അവിടെ വരികയാണ്. കാർത്തികിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകണം എന്നവർ പറയുന്നു. പക്ഷെ നാട്ടുകാർ തരില്ല എന്ന് പറയുന്നു. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാർത്തികിൻ്റെ ശരീരത്തിൽ തൊലി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതേ നാട്ടിലെ വെട്ടിയാനെ കാണിക്കുന്നു.
അതായത് ശ്മശാന സൂക്ഷിപ്പുകാരനെ കാണിക്കുന്നു. ആ വെട്ടിയാൻ എന്തോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ വന്ന് പറയുന്നുണ്ട്, നമ്മുടെ ധനശേഖരൻ്റെ മകൻ കാർത്തിക്കില്ലേ, അവനെ ആരും ഇങ്ങനെ ചെയ്തു വെച്ചു, നാട്ടിൽ പുറത്ത് കൊണ്ടുപോയി ഇട്ടിരിക്കുകയാണ്. കാണാൻ തന്നെ ഭയങ്കര സങ്കടമുണ്ട്. ധനശേഖരൻ ആകെ ഒരു മകനേ ഉള്ളൂ. അയാൾ കരയുന്നത് കാണുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സ് പെടയുന്നു. അങ്ങനെ ആ സംസ്കാര ചടങ്ങുകൾക്കായുള്ള എല്ലാ ഏർപ്പാടുകളും അവൻ ചെയ്യുന്നു. നാട്ടുകാരെല്ലാവരും ചേർന്ന് വലിയൊരു സങ്കടത്തോടെ കാർത്തികിനെ അടക്കം ചെയ്യുന്നു. ഈ വിവരങ്ങൾ ആ ഊരിലുള്ള ഒരു മിനിസ്റ്റർ അറിയാണ്. പോലീസുകാരനാണ് ഈ വിവരം അറിയിക്കുന്നത്. ഇത് കേട്ടതും മിനിസ്റ്റർ ആകെ ടെൻഷനിലാവുന്നു. ശരി, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഇപ്പം തന്നെ ആ ഗ്രാമത്തിലേക്ക് വരാമെന്ന് പറഞ്ഞ് മിനിസ്റ്റർ ആ ഗ്രാമത്തിലേക്ക് വരികയാണ്. മിനിസ്റ്റർ വരുന്നതിന് കാരണം ഗ്രാമത്തിൽ ഒരു ചെറിയ ഫംഗ്ഷൻ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വിളിച്ച് മിനിസ്റ്ററെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. അപ്പോഴാണ് മിനിസ്റ്റർ പറയുന്നത്, 2 ദിവസം മുമ്പ് ഈ നാട്ടിൽ കാർത്തിക്കിന് സംഭവിച്ച കാര്യം ഞാൻ അറിഞ്ഞു. ആരും ഭയപ്പെടണ്ട, ഈ കേസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥയെ ഞാൻ ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ പേര് പൂജ എന്നാണ്. അതുപോലെ ഈ ഗ്രാമത്തിൽ സംശയകരമായി എന്തെങ്കിലും കണ്ടാൽ നമ്മുടെ ഐമാനോട് പറയുക. ഈ ഐമാനല്ലേ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകനെ മിനിസ്റ്റർ ഗ്രാമത്തിന് നടുവിൽ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. കാരണം ഈ ഐമാൻ മിനിസ്റ്ററുടെ പാർട്ടിയിലുള്ളതുകൊണ്ട് അയാൾക്ക് മാത്രം ഒരു പ്രത്യേക പരിഗണനയുണ്ട്. അത് ഗ്രാമത്തിലുള്ള മറ്റുള്ളവരിൽ ചെറിയൊരു അസൂയയും ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ മിനിസ്റ്റർ ഗ്രാമവാസികൾക്ക് മുന്നിൽ പുതിയ പോലീസുകാരിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനുള്ള പെർമിഷൻ CMന്റെ അടുത്ത് നിന്നാണ് വാങ്ങേണ്ടത്. ഇപ്പോൾ ആ പാർട്ടി ലീഡറെ വന്ന് മിനിസ്റ്റർ കാണുകയാണ്. കുറച്ചൊന്നും അടിച്ചുകൊണ്ട് ആ സംഭവത്തെക്കുറിച്ച് പറയുന്നു. ഇത് കേൾക്കുന്ന പാർട്ടി ലീഡർ, എന്താണോ പറയുന്നത്, നാട്ടിനുള്ളിൽ ഇപ്പോൾ പല സംഭവങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാർട്ടിക്ക് തന്നെ വലിയൊരു ഭീഷണിയായി മാറി. മീഡിയക്കാരും പ്രതിപക്ഷവും ഇതറിഞ്ഞാൽ നമ്മളെ വെറുതെ വിടില്ല. പെട്ടെന്ന് തന്നെ അവിടെ നല്ലൊരു ഇൻസ്പെക്ടർ മാഡത്തെ നിയോഗിച്ച് ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നു. അങ്ങനെയാണ് ആ സ്ഥലത്തേക്ക് പൂജ എന്ന നമ്മുടെ സിനിമയിലെ നായിക വരുന്നത്. അതായത് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. സ്റ്റേഷന്റെ മുന്നിൽ ഗ്രാമവാസികളൊക്കെ പുതിയ ഇൻസ്പെക്ടറെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ച് പുതിയ ടീച്ചറുടെ നേതൃത്വത്തിൽ സമരം ചെയ്യുകയാണ്. ഇതെല്ലാം പൂജ കാണുന്നു. ഇതേ ഞാൻ വന്നല്ലോ, ഇനി ഈ സമരം അവസാനിപ്പിച്ചോളൂ, എല്ലാ പ്രശ്നങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവർ നേരെ സ്റ്റേഷനിലേക്ക് കയറി പോകുന്നു. പൂജ നാട്ടിലേക്ക് പുതുതായി വന്നതുകൊണ്ട് നാട്ടിന് പുറത്ത് ഒരു വീടെടുക്കുന്നു. ആ വീട്ടിൽ തൻ്റെ മകനോടൊപ്പമാണ് താമസം. അവരൊരു ജോലിക്കാരിയെയും കൂടെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. ജോലിക്കാരിയോടൊപ്പമാണ് അവിടെ താമസിക്കുന്നത്. പൂജയുടെ മകന്റെ പേര് ഋഷഭ്. ജോലിക്കാരിക്കും ഒരു മകനുണ്ട്, അവന്റെ പേര് കണ്ണൻ. ഈ ഋഷഭും കണ്ണനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. എപ്പോഴും ഒരുമിച്ചേ കളിക്കാറുള്ളൂ. നായിക സ്റ്റേഷനിലേക്ക് വരികയാണ്. അവിടെയുള്ള പോലീസുകാർ നാട്ടിലെ കള്ളന്മാരുടെ ലിസ്റ്റൊക്കെ അവർക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ കാണാതായ കാർത്തിക് എന്ന പയ്യന്റെ കേസ് ഫയലുകൾ അവർ വായിച്ചു നോക്കുകയാണ്. ആ പയ്യന്റെ ഫോട്ടോ എടുത്ത് അവിടെ നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഗ്രാമത്തിൽ വീണ്ടും ഒരു ഹിന്ദു ഫെസ്റ്റിവൽ വരുന്നു. ആ രാത്രി വീണ്ടും ഒരു സംഭവം നടക്കുന്നു. അപ്പോഴാണ് ആ സംഭവം ആരാണ് ചെയ്യുന്നതെന്ന് സിനിമയിൽ കാണിക്കുന്നത്. 3 ജോക്കർ വേഷം കെട്ടിയവരാണ് അവിടെയുള്ളത്. ജോക്കർ വേഷം എന്ന് പറയുന്നുണ്ടെങ്കിലും ആ വേഷം കാണാൻ വളരെ ഭയപ്പെടുത്തുന്നതാണ്. ആ 3 ജോക്കർ വേഷം കെട്ടിയവരും നാട്ടിനുള്ളിൽ വന്ന് ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നത് പതിവാണ്. അങ്ങനെയാണ് ഇപ്പോൾ റാം എന്ന പേരുള്ള മറ്റൊരു പയ്യനെ അവർ തട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. അവനെയും കൊണ്ടുവന്ന് ഓപ്പണിംഗ് സീനിൽ കാണിച്ച അതേ ദുരൂഹ മനുഷ്യന് കൈമാറുന്നു. ആ ദുരൂഹ മനുഷ്യൻ വീണ്ടും താൻ ആരാധിക്കുന്ന ദൈവത്തിന്, അതായത് ആ രാക്ഷസന് റാമിനെയും ബലി കൊടുക്കുന്നു. ഇപ്പോൾ റാം, കാർത്തിക് എന്നീ 2 പയ്യന്മാർക്ക് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് പോലീസിനും ഈ കേസിലുള്ള പ്രഷർ കൂടുന്നു. ഗ്രാമത്തിൽ സംശയമുള്ള പുരുഷന്മാരെയെല്ലാം അവർ മാറി മാറി ചോദ്യം ചെയ്യാണ്. അപ്പോഴാണ് അവിടെ ഒരു കുടിയനെ അവർ കാണുന്നത്. അവൻ എപ്പോഴും കുടിച്ച് റോഡിൽ തന്നെ കിടപ്പാണ്. ചോദിച്ചാൽ താൻ എപ്പോഴും ഇങ്ങനെ കുടിച്ച് കിടക്കുമെന്നും തന്നോട് ചോദിക്കാൻ ആരുമില്ലെന്നാണ് അവൻ പറയുന്നത്. ഇപ്പോൾ അവനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് നായിക ചോദ്യം ചെയ്യുമ്പോഴാണ് അവൻ ആ കാണാതായ റാം എന്ന പയ്യന്റെ അച്ഛനാണെന്ന് മനസ്സിലാവുന്നത്. നിങ്ങളുടെ മകൻ റാം എങ്ങനെയാണ് കാണാതായത് എന്ന് നായിക ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു, പതിവ് പോലെ അവൻ സ്കൂളിൽ പോയതായിരുന്നു. സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാനാണ് അവനെ പോയി വിളിച്ചുകൊണ്ട് വരാറുള്ളത്. പക്ഷെ അന്ന് കൂട്ടുകാരുടെ കൂടെ വെള്ളം അടിക്കാൻ പോകാം എന്ന് കരുതി ഞാൻ തിരിച്ചു പോന്നു. എന്നാൽ റാം എന്നെ വിടാതെ അച്ഛൻ എവിടെയാ എന്ന് ചോദിച്ച് പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് നടന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നപ്പോൾ അവൻ അവിടെ എത്തിയിരുന്നില്ല. എന്നെ അന്വേഷിച്ചു വന്ന വഴിക്കാണ് ആരോ അവനെ തട്ടിക്കൊണ്ടുപോയത്. അടുത്ത ദിവസം ആ പുഴക്കരയിൽ റാമിന്റെ ഡെഡ് ബോഡിയാണ് കിട്ടിയതെന്നും പറഞ്ഞ് ആ അച്ഛൻ പൊട്ടിക്കരയുന്നു. എനിക്ക് ഭാര്യയില്ല മാഡം, റാം മാത്രമായിരുന്നു എൻ്റെ ലോകം. പക്ഷെ അവനും ഈ ഗതി വന്നതോടെ എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല. അതാണ് ഞാനിങ്ങനെ കുടിച്ചു കിടക്കുന്നത് എന്ന് അയാൾ പറയുന്നു. ഈ കഥ കേട്ടപ്പോൾ നായികയുടെ മനസ്സും വല്ലാതെയായി. കാരണം അവരും അവരുടെ മകൻ ഋഷഭിനെയും കൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത്. വീട്ടിൽ വന്ന ഉടനെ ഋഷഭ് സേഫ് ആണോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യുന്നു. നാട്ടിലുള്ള എല്ലാ അമ്മമാരെയും കാണിക്കുകയാണ്. അവരെല്ലാവരും തങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്ന് നോക്കുകയും നേരം ഇരുട്ടിയാൽ അവരെ പുറത്തേക്ക് വിടാതെ വീടിനുള്ളിൽ സേഫായി നിർത്തുകയും ചെയ്യുന്നു. നാട്ടിനുള്ളിൽ മറ്റൊരു ഹിന്ദു ഫെസ്റ്റിവൽ കൂടെ വരുന്നു. അന്ന് ഒരു മുസ്ലിം സ്ത്രീ നായികയെ വന്ന് കാണാണ്. എൻ്റെ മകൻ്റെ പേര് സാബു എന്നാണ്. നേരെ ഇരുട്ടിയിട്ടും അവൻ വീട്ടിൽ വന്നിട്ടില്ല എന്ന് അവന് പേടിയോടെ പറഞ്ഞപ്പോൾ നായിക ആകെ ഞെട്ടിപ്പോവാണ്. പേടിക്കേണ്ട, ഉടനെ തന്നെ നിങ്ങളുടെ മകനെ ഞാൻ കണ്ടുപിടിച്ച് തരാം എന്നവർ പറയുന്നു. കട്ട് ചെയ്താൽ നാട്ടിന് പുറത്തുള്ള ആ കോട്ട കാണിക്കുന്നു. ആ കോട്ടയിൽ എന്തോ ഒരു പൂജ നടക്കുന്നതായും അവിടെയുള്ള ആ ദുരൂഹ മനുഷ്യനും അവൻ്റെ കൂടെയുള്ള ആ 3 ജോക്കർമാരും ചേർന്നാണ് ആ സാബുവിനെ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ അതുപോലെ സാബുവിനെയും അവരവിടെയുള്ള രാക്ഷസിനെ ബലി കൊടുക്കുന്നു.
ഇപ്പോൾ ആ ജോക്കർമാർ ആ ദുരൂഹ മനുഷ്യനോട് പറയുന്നുണ്ട്, നിങ്ങൾ ചോദിച്ചതുപോലെ 3 പേരെ ഏൽപ്പിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് ഒരാൾ കൂടിയല്ലേ ബാക്കിയുള്ളൂ. ഒരാളല്ലടാ, മൊത്തം 8 പേരെ വേണം. 3 പേരെ ഏൽപ്പിച്ചു, ഇനി 5 പേരെ കൂടി കൊണ്ടുവരണം, ഇതുപോലെ തന്നെ വേണം എന്നയാൾ പറയുന്നു. ഇവിടെ നായികയ്ക്ക് ദിവസങ്ങൾ കഴിയുന്തോറും പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഈ സ്റ്റേഷനിൽ പുതുതായി വന്നതാണ്, ഇതുവരെ ആരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് അവർക്കൊരു ചെറിയ ഐഡിയ തോന്നുന്നത്. നടന്ന ഈ 3 സംഭവങ്ങളും നോക്കുമ്പോൾ ഇതിലെന്തോ മായമന്ത്രങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതായി അവർക്ക് തോന്നുന്നു. കാരണം 3 പേരെയും ഒരേ രീതിയിലാണ് കാണാതായത്. 3 പേരെയും കിട്ടിയത് ഒരേ സ്ഥലത്ത് നിന്നാണ്. ഈ ഗ്രാമത്തിൽ പുരാണ കഥയോ കിംവദന്തികളോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ആ ആൽമരത്തിന്റെ അടിയിൽ ഒരു നിധിയുണ്ടെന്നും അങ്ങനെ ഒരു കഥയുണ്ടെന്നും കൂടെയുള്ള പോലീസുകാർ ഇൻസ്പെക്ടറോട് പറയുന്നത്. ഇത് സംബന്ധിച്ച് സംസാരിക്കാൻ നായിക ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വന്ന് കാണുന്നു. നിങ്ങളെ കണ്ടാൽ ഒരു വലിയ മനുഷ്യനെ പോലെ ഉണ്ടല്ലോ, എന്നിട്ടും ഈ ഗ്രാമത്തിൽ ഇത്തരം പുരാണ കഥകളും ഫേക്ക് സ്റ്റോറികളും വിശ്വസിച്ച് നടക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, ഹലോ മാഡം, അതൊന്നും ഫേക്ക് സ്റ്റോറി അല്ല, അതൊക്കെ സത്യമാണ്. വെറുതെ ഞങ്ങളുടെ ഗ്രാമത്തെ കുറ്റം പറയാൻ നിൽക്കണ്ട, ഈ സംഭവങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചതാ എന്നയാൾ പറയുന്നു. ഇപ്പോൾ ഗ്രാമവാസികളൊക്കെ നായികയ്ക്കെതിരായി തിരികെയാണ്. അന്ന് രാത്രി ആ ഗ്രാമത്തിൽ ഒരു സംസാരം നടക്കുന്നു. അതായത് പതിവ് പോലെ ഗ്രാമത്തിലെ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ടീച്ചർ വരുന്നു. നിങ്ങളിങ്ങനെ ജോളിയായി ചിരിച്ച് മദ്യപിച്ചിരുന്നു, പക്ഷെ ഈ ഗ്രാമത്തെ സംശയിച്ച് ആ പോലീസ് മാഡം ആ ആലമരം കുഴിച്ച അടിയിൽ എന്താണുള്ളതെന്ന് നോക്കാൻ തീരുമാനിച്ചിരിക്കുകയാണത്രേ. ഇതിങ്ങനെ വിട്ടാൽ നമ്മുടെ ഗ്രാമത്തിന്റെ പേര് മോശമാവും, ഇതിനെ നമ്മൾ ഉടനെ തടയണം, എല്ലാവരും ചേർന്ന് സമരം ചെയ്യണം. അത് മാത്രമല്ല, ആ പോലീസ് മാഡം വന്നതിന് ശേഷം ഇതുപോലുള്ള 2 സംഭവങ്ങൾ നടന്നു. അവർ ശരിയായ സുരക്ഷ പോലും ഒരുക്കുന്നില്ല, നമ്മൾ സമരം ചെയ്യാതെ നമുക്കൊന്നും കിട്ടില്ല എന്ന് അവർ പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ആ ടീച്ചറുടെ നേതൃത്വത്തിൽ ഗ്രാമവാസികളെല്ലാവരും ഒത്തുചേർന്ന് സമരം ചെയ്യാൻ തുടങ്ങുന്നു. ഇതെല്ലാം നായിക കാണുന്നുണ്ടെങ്കിലും അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതേ ഗ്രാമത്തിൽ മറ്റൊരു ഹിന്ദു ഫെസ്റ്റിവൽ കൂടെ വരുന്നു. ആ പാട്ടുമാഷില്ലേ, നാട്ടിൽ പുതുതായി വന്നയാൾ, അയാൾ പതിവ് പോലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്ലാസ്സിൽ ജീവി എന്നൊരു കുട്ടി പഠിക്കുന്നുണ്ട്. ആ ജീവിയെ കാണിക്കുന്നു. അവൻ സ്കൂൾ വിട്ടാൽ എപ്പോഴും ആ ചർച്ച് വഴിയാണ് വീട്ടിൽ പോകുന്നത്. അങ്ങനെ അവൻ ചർച്ച് വഴി വീട്ടിലേക്ക് പോകുന്നതായും അവിടെ കുറച്ച് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതായും അവരുടെ കൂടെ ജീവിയും കളിക്കുന്നതായും കാണിക്കുന്നുണ്ട്. കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ജീവിയെ കാണാനില്ല. അവന്റെ ബാഗ് മാത്രം താഴെ കിടക്കുന്നു. ആ ജീവി ആരുടെ മകനാണെന്ന് വെച്ചാൽ, ആ ഗ്രാമത്തിൽ ഒരു സേട്ടുണ്ട്, ആ സേട്ടന്റെ മകനാണ് ജീവി. രാത്രിയാവുന്നു. രാത്രിയായിട്ടും ജീവി വീട്ടിൽ വരാത്തതുകൊണ്ട് ഭാര്യ സേട്ടനോട് കരഞ്ഞുകൊണ്ട് വിവരം പറയുന്നു. സേട്ട് വല്ലാതെ ഭയപ്പെടുകയാണ്. നാട്ടിനുള്ളിൽ ഇതുപോലൊരു പ്രശ്നം നടക്കുമ്പോൾ നമ്മുടെ മോനെ കാണാനില്ല എന്ന് പറയുന്നത് കേട്ട് എന്ത് ചെയ്യുന്നറിയാതെ ഉടൻ തന്നെ സ്റ്റേഷനിൽ പോയി പരാതിപ്പെടണം എന്നയാൾ തീരുമാനിക്കുന്നു. സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുമ്പോൾ അവിടെ മറ്റു പോലീസുകാരാണുള്ളത്. നായിക അവിടെ ഇല്ല. നിങ്ങൾ രാത്രി വരെ വെയിറ്റ് ചെയ്യും, കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും, ഉടനെ വന്ന് കംപ്ലൈന്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട, അവൻ വരും എന്ന് പറഞ്ഞ പോലീസുകാർ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് അവിടേക്ക് നായിക വരുന്നത്. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, അല്ല മാഡം, ജീവിയെ കാണാനില്ല, കംപ്ലൈന്റ് ചെയ്യാൻ വന്നതാണ് എന്ന് പറയുന്നു. എന്നിട്ട് കംപ്ലൈന്റ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സർ, നാളെ വരാൻ പറഞ്ഞു എന്ന് സേട്ട് മറുപടി പറഞ്ഞു. എന്താണോ ഇങ്ങനെ, നാട്ടിൽ എന്ത് പ്രശ്നമാണ് നടക്കുന്നത്, നീയൊക്കെ നാളെ വാ എന്ന് പറഞ്ഞ് എത്ര കാഷ്വലായി പറയുന്നുണ്ടല്ലോ എന്ന് നായിക പോലീസുകാരോട് ദേഷ്യപ്പെടുന്നു. നിങ്ങൾ പേടിക്കണ്ട മാഡം, ഞാൻ ഇപ്പോഴേ ജീപ്പ് എടുക്കാം, ഇന്ന് രാത്രി തന്നെ നമ്മൾ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് നായിക പോലീസ് ടീമിനെയും കൂട്ടി ജീവിയെ അന്വേഷിച്ചിറങ്ങുന്നു. നേരെ സ്കൂളിലേക്ക് വരികയാണ്. അവിടെ ആ ടീച്ചറുണ്ട്. ടീച്ചർ സ്കൂൾ പൂട്ടി പുറത്തിറങ്ങുമ്പോഴാണ് സാർ ജീവിയെ കണ്ടോ എന്ന് ചോദിക്കുന്നത്. 4 മണിക്ക് തന്നെ അവൻ വീട്ടിൽ പോയല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്ന് അറിയിക്കുന്നു. അവിടെ നിന്ന് നേരെ ചർച്ചിൽ വന്ന് ചോദിക്കുന്നു. ഫാദറിനോടും ജീവിയെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഒരു 6 മണി സമയത്ത് അവൻ ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു മാഡം, എപ്പോഴും കുട്ടികൾ ഇവിടെ വന്ന് കളിക്കാറുണ്ട്, അതിലൊരാളായി ജീവിയും കളിച്ചു എന്ന് ഫാദർ പറയുന്നു. കാര്യങ്ങൾ കേട്ടപ്പോൾ ഫാദറും പേടിക്കുകയാണ്. പോകുന്ന വഴിക്ക് ആ പാട്ടുമാഷ്, ഐമാൻ എന്നിവരും ഉണ്ട്. അവരോടും വിവരങ്ങൾ പറയുന്നു. 4മതായി ഒരാൾ കൂടി ഇങ്ങനെ സംഭവിച്ചുകൂടാ, അവനെ എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നാട്ടിലുള്ള എല്ലാവരും ചേർന്ന് ജീവിയെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. നായിക ആകെ ഭയപ്പാടോടെ നമുക്ക് വേഗത്തിൽ പുഴക്കരയിലേക്ക് പോവാം, അവിടെ ജീവിയെ കൊണ്ടുവന്നാൽ ആ ദുരൂഹ മനുഷ്യരെ നമുക്ക് കൈയോടെ പിടിക്കാം എന്ന് പ്ലാൻ ചെയ്യുന്നു. അപ്പോഴാണ് നാട്ടിൽ നിന്ന് ഒരു ഫോൺ വരുന്നത്. എവിടെയാണോ നിധി ഉണ്ടെന്ന് പറഞ്ഞിരുന്നത് ആ ആൽമരത്തിന്റെ ചുവട്ടിൽ ജീവിയുടെ ഡെഡ് ബോഡി കിട്ടി എന്നവർ പറയുന്നു. ചെന്ന് നോക്കുമ്പോൾ ജീവി അവിടെ മരിച്ചു കിടക്കുകയാണ്. നായികയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. നമ്മൾ പുഴക്കരയിലേക്ക് പോയതറിഞ്ഞ് പ്ലാൻ മാറ്റിയത് ഈ ഗ്രാമത്തിലുള്ള ആരോ തന്നെയാണ്. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന ആൾ ഈ ഗ്രാമത്തിൽ തന്നെയുള്ള ആളാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു എന്ന് നായിക ഉറപ്പിക്കുകയാണ്. ഇവിടെ ഗ്രാമവാസികളാകെ ഭയന്നു പോവുകയാണ്. ഇനി ഈ പോലീസിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവർ തെരുവിലിറങ്ങി സമരം ചെയ്യാൻ തുടങ്ങുന്നു. ആ സമരം പൂർണ്ണമായും നായികയ്ക്കെതിരെയാണ്. വിവരം അറിഞ്ഞ പ്രതിപക്ഷ പാർട്ടികളും അവിടെ സമരം ചെയ്യാൻ തുടങ്ങുന്നു. പാർട്ടി ലീഡറിന്റെ അടുത്ത് നിന്നും പ്രഷർ വരുന്നുണ്ട്. ഇനി ഒരാഴ്ച സമയമുണ്ട്, അതിനുള്ളിൽ ഇത് ചെയ്യുന്നത് ആരാണെന്ന് നീ കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന് അവർ നായികയോട് പറയുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നായിക വീട്ടിലിരുന്ന് ഈ കേസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജോലിക്കാരി വന്ന്, എനിക്ക് 2 ദിവസം ലീവ് വേണം മാഡം എന്ന് ചോദിക്കുന്നു. എന്താ അമ്മേത്, മാസത്തിൽ 2 ദിവസം ലീവ് ചോദിച്ചു വന്നിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല മാഡം, നമ്മുടെ ഗ്രാമത്തിൽ എല്ലാ മാസവും പൗർണമി നാളിൽ ഈ ഫെസ്റ്റിവൽ ആഘോഷിക്കാറുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് ലീവ് വേണ്ടത് എന്ന് പറയുന്നു. എന്ത്, പൗർണമി നാളിലാണോ നിങ്ങൾ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നായികയെ പെട്ടെന്നൊരു ഐഡിയ വരുന്നു.
അന്ന് രാത്രി അവർ സ്റ്റേഷനിലേക്ക് വരികയാണ്. ഇതുവരെ കാണാതായ 4 കുട്ടികളുടെ ഫയലും എടുത്തു നോക്കുന്നു. ജൂൺ മാസം മുതലാണ് ഈ സംഭവം തുടങ്ങിയത്. അങ്ങനെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെയുള്ള ഈ 4 മാസങ്ങളിൽ ഏത് തീയതികളിലാണ് ആ കുട്ടികളെ കാണാതായെന്ന് നോക്കുമ്പോൾ 17, 18, 15 എന്നിങ്ങനെ ഓരോ തീയതിയും അവർ പറയുന്നു. ഓരോ തീയതികളിലും എന്തെങ്കിലും ഫെസ്റ്റിവൽ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ അതെല്ലാം പൗർണമി ദിവസങ്ങളിലാണെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ പൗർണമി ദിവസം ടാർഗറ്റ് ചെയ്താണ് ജീവിയെയും കാർത്തികിനെയും മറ്റു 2 പേരെയും ആ ദുരൂഹ മനുഷ്യൻ തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെയാണെങ്കിൽ അടുത്ത പൗർണമി എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ നാളെയാണ് മാഡം എന്ന് പോലീസുകാർ പറയുന്നു. അപ്പോൾ നാളെ 5ാമതായ ഒരാളെ കൂടി അവൻ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതിനാൽ നാളെ മുഴുവൻ ഈ ഗ്രാമത്തിന് ചുറ്റും നമ്മൾ കനത്ത കാവൽ ഏർപ്പെടുത്തണം. ആരാണോ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് അവനെ അവിടെ വെച്ച് തന്നെ പിടികൂടണം. അവനാണ് യഥാർത്ഥ പ്രതി എന്ന് അവർ ഉറപ്പിക്കുന്നു. പൗർണമി ദിവസം വരികയാണ്. ജോലിക്കാരിയോട് അവരുടെ മകൻ കണ്ണനെ ഭദ്രമായി നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് നായിക സ്വന്തം മകൻ ഋഷഭിനെയും കൂട്ടി ഒരു കൂട്ടുകാരുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുന്നു. ഇന്നവൻ വീടിനുള്ളിൽ തന്നെ ഇരിക്കണം, ഭദ്രമായി നോക്കണം എന്ന് പറഞ്ഞേൽപ്പിച്ച് നായിക ഡ്യൂട്ടിക്ക് പോകുന്നു. അവിടെ വലിയൊരു ഉത്സവം പോലെ നടക്കുകയാണ്. ആ ഉത്സവത്തിൽ പോലീസുകാരെ പല ഭാഗങ്ങളിലായി നിർത്തി എല്ലാവരെയും പരിശോധിക്കാൻ നായിക പറയുന്നു. മറുവശത്ത് ആ കോട്ടയാണ് കാണിക്കുന്നത്. കോട്ടയിലുള്ള ആ ദുരൂഹ മനുഷ്യൻ ആ 3 ജോക്കർമാരോടും പറയുന്നുണ്ട്, ഇന്ന് നമുക്ക് 4 പേരെ ആവശ്യമുണ്ട്. എന്ത് 4 പേരോ? പൗർണമിക്ക് ഒരാളെയല്ലേ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അല്ലല്ല, ഒരാൾ പോരാ, 4 പേരെ കൊണ്ടുവരണം. കൊണ്ടുവന്നാൽ നമ്മുടെ 8 പേരുടെ കണക്ക് തീരും. ഇന്ന് തന്നെ അവരെല്ലാവരെയും ആ രാക്ഷസിന് ബലി കൊടുത്ത് ആ നിധി നമുക്ക് സ്വന്തമാക്കാം എന്നയാൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ആ ജോക്കർമാരും അത് സമ്മതിച്ച് അവിടെ നിന്നും ഗ്രാമത്തിലേക്ക് തിരിക്കുന്നു. നായിക ഉത്സവ സ്ഥലത്ത് കനത്ത സുരക്ഷ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തുടരെ ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ മറുതലയ്ക്കൽ സംസാരിക്കുന്നത് വ്യക്തമാവുന്നില്ല. സിഗ്നൽ ഇല്ല എന്ന് പറഞ്ഞ് കട്ടാവുന്നു. അടുത്ത് നിൽക്കുന്ന കോൺസ്റ്റബിളിനോട് ചോദിക്കുമ്പോഴാണ്, മാഡം നിങ്ങളുടെ മകൻ ഋഷഭിനെ കാണാനില്ല, കൂടെ ആ കണ്ണനെയും കാണാനില്ല എന്ന് പറയുന്നു. നായിക ആകെ തകർന്നു പോവാണ്. ഋഷഭിനെയും കണ്ണനെയും കാണാനില്ലേ? ദൈവമേ, നാട്ടിന് മുഴുവൻ കാവൽ നിന്നിട്ട് ഞാൻ എൻ്റെ സ്വന്തം കുട്ടിയെ ശ്രദ്ധിക്കാതെ പോയല്ലോ എന്നോർത്ത് അവർക്ക് ആകെ ടെൻഷനാവുന്നു. പെട്ടെന്ന് ജോലിക്കാരിയെ ചെന്ന് കാണുന്നു. ജോലിക്കാരിയുടെ മകനല്ലേ കണ്ണൻ. ഒന്നും പേടിക്കണ്ട, 2 പേരും ഇവിടെ എവിടെയെങ്കിലും കളിക്കുന്നുണ്ടാവും, നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നായിക പറയാണ്. മറുവശത്ത് ആ 3 ജോക്കർമാർ ഒരു ചാക്കിൽ ഒരാളെ കൊണ്ടുവരുന്നു. അത് കണ്ണനാണ്. അത് കാണുന്ന ആ ദുരൂഹ മനുഷ്യൻ, എന്താടാ ഒരാളെ മാത്രം കൊണ്ടുവന്നത്, ബാക്കി 3 പേരെ എവിടെ? ഇതെല്ലാം നമ്മൾ പൗർണമിക്ക് തന്നെ ചെയ്യേണ്ടതാണ്. ഇവനെ ഈ ചാക്കിൽ തന്നെ ഇവിടെ കെട്ടിയിട്ടിട്ട് ബാക്കി 3 പേരെ കൊണ്ടുവരാനുള്ള വഴി നോക്ക് എന്നലറുന്നു. അവർ ആ ചാക്ക് അവിടെ തന്നെ വെക്കുകയാണ്. ഇപ്പോൾ ആ ചാക്കിനടുത്ത് വന്ന് ആ ദുരൂഹ മനുഷ്യൻ പറയുന്നുണ്ട്, ഒന്നും പേടിക്കണ്ട, നീ ഒരു നല്ല കാര്യത്തിനാണ് സഹായിക്കാൻ പോകുന്നത്. ഇതെല്ലാം ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിനാണ് നൽകാൻ പോകുന്നത്. ഇവിടെ നായിക തന്റെ മകൻ ഋഷഭിനെ കണ്ടുപിടിക്കുന്നു. ഋഷഭിനെ കെട്ടിപ്പിടിച്ചിട്ട് നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അമ്മേ എന്നവൻ പറയുന്നു. അവൻ അവിടെ ഒരു പോലീസുകാരന്റെ കൂടെയായിരുന്നു. അപ്പോഴാണ് കാണാതായത് കണ്ണനെ മാത്രമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. ജോലിക്കാരി ആകെ ഭയപ്പെടുന്നു. നായിക അവരോട് പറയുന്നുണ്ട്, ഒന്നും പേടിക്കണ്ട, ഞാനില്ലേ, എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അതിനുശേഷം നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വന്ന് കാണുന്നു. കണ്ണൻ എന്നൊരു പയ്യനെ കാണാനില്ല. ഉടനെ തന്നെ മൈക്ക് സെറ്റിൽ ഇതൊന്ന് അനൗൺസ് ചെയ്യണം, വേഗം സഹായിക്കണം എന്ന് പറയുന്നു. മൈക്കിലൂടെ അനൗൺസ്മെന്റ് നടക്കുകയാണ്. എല്ലായിടത്തും തിരയുന്നുണ്ട്. എവിടെ അന്വേഷിച്ചിട്ടും കണ്ണനെ കണ്ടെത്താനായില്ല. അവിടെ അമ്മൻ കോവിലിൽ ഗ്രാമവാസികളൊക്കെ അവനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഉത്സവ സ്ഥലത്ത് ആ അമ്മൻ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നായികയും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവർ ജീപ്പ് എടുത്ത് പെട്രോളിങ്ങിന് പോകുമ്പോഴാണ് വഴിയിൽ വെച്ച് കണ്ണനെ നായിക കാണുന്നത്. അപ്പോഴാണ് നായികയ്ക്ക് ശ്വാസം നേരെ വീഴുന്നത്. കണ്ണനെ അവർ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. എടാ, നിനക്ക് എന്തു പറ്റി? എവിടെ നിന്നാണ് നീ രക്ഷപ്പെട്ടു വന്നത് എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ കഥ പറയുന്നു. ഞാൻ പതിവ് പോലെ ഉത്സവത്തിന് പഞ്ഞിമിഠായി വാങ്ങാൻ പോയതായിരുന്നു. അങ്ങനെ വാങ്ങാൻ പോകുമ്പോൾ പെട്ടെന്ന് പിങ്ക് കളർ ഷർട്ടിട്ട ഒരാൾ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു ചാക്കിനുള്ളിലായിരുന്നു. ആ സ്ഥലം വല്ലാതെ വിചിത്രമായിരുന്നു. അതൊരു കോട്ട പോലെ തോന്നി. എൻ്റെ ചുറ്റും 3 ജോക്കർമാർ നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കടുത്ത് പ്രേതം പോലുള്ള രൂപത്തിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് ആ ദുരൂഹ മനുഷ്യൻ. ഇതിനപ്പുറം ഞാനൊന്നും കണ്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ചാക്കിൻ്റെ കെട്ട് അയയുന്ന പോലെ തോന്നി. ഞാനത് അഴിച്ചു. എൻ്റെ കയ്യിലിട്ടിരുന്ന കെട്ടും ചെറിയ കെട്ടായിരുന്നു. അത് ഞാൻ അഴിച്ചു. ആ സമയത്ത് ആ പ്രേതം പോലെയുള്ള ആൾ അകത്തിരുന്ന് പൂജ ചെയ്യുകയായിരുന്നു. അത് തക്കമാക്കി ഞാൻ അവിടെ നിന്നും ഓടിപ്പോന്നു. അതിനുശേഷമാണ് നിങ്ങൾ എന്നെ വന്ന് രക്ഷപ്പെടുത്തിയത്. കണ്ണന്റെ ധൈര്യം കണ്ട് നായിക അത്ഭുതപ്പെടുകയും അവനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ശരി, ആ 3 ജോക്കർ വേഷമിട്ടവരെ കണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വേഷം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ഉത്സവത്തിന് ഇതുപോലൊരു വേഷമിട്ട ഒരാളെ ഞാൻ കണ്ടിരുന്നു എന്നവൻ പറയാണ്. കഴിഞ്ഞ ഉത്സവത്തിന് എടുത്ത ഫോട്ടോകൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ ആ ജോക്കർ വേഷമിട്ട ഒരാളെ അവൻ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇതേ വേഷമിട്ടിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് നായക ഉറപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ നാട്ടിൽ ആരാണ് പിങ്ക് കളർ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് എന്ന് അന്വേഷിക്കുമ്പോൾ ആ പാട്ടുമാഷാണ് അതിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. ഉടനെ അയാളെ പിടിച്ചുകൊണ്ട് വന്ന് പോലീസുകാരെ ചോദ്യം ചെയ്യുകയാണ്. ഇതിനിടയിൽ കണ്ണൻ വീണ്ടും നായികയുടെ അടുത്ത് വന്ന് മറ്റൊരു രഹസ്യം കൂടി പറയുന്നു. ആ പ്രേതം പോലെയുള്ള ദുരൂഹ മനുഷ്യനില്ലേ, അവന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. അതിൽ നിന്നും ചിലങ്ക കിലുങ്ങുന്ന പോലെ ശബ്ദം കേൾക്കാമായിരുന്നു എന്നവൻ പറയുന്നു. എടാ കണ്ണ, നീ എന്തൊരു ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. ഇതൊരു നല്ല ക്ലൂ ആണ്, ഇത് വെച്ച് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് ആ കോൺസ്റ്റബിളിനോട് ഇതുപോലൊരു വടി ഈ നാട്ടിൽ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ
എന്ന് നായിക ചോദിക്കുന്നു. അപ്പോഴാണ് കോൺസ്റ്റബിളിന് പെട്ടെന്ന് ഒരാളെ ഓർമ്മ വന്നത്. മാഡം, ഇതുപോലൊരു വടി നമ്മുടെ നാട്ടിലെ വെട്ടിയാൻ്റെ കയ്യിലുണ്ട്, അതെപ്പോഴും ഇങ്ങനെ കിലുങ്ങിക്കൊണ്ടിരിക്കും എന്ന് അയാൾ പറയുന്നു. അപ്പോൾ ഇതിനു പിന്നിൽ ആ വെട്ടിയാൻ തന്നെയാണെന്ന് തോന്നുന്നു. ഉടനെ അവൻ്റെ വീട്ടിലേക്ക് പോകണം എന്ന് നായിക തീരുമാനിക്കുകയാണ്. വെട്ടിയാൻ്റെ വീട്ടിലെത്തി ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചറിയാനുണ്ട്, പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞ് വെട്ടിയാനെ അവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. സ്റ്റേഷനിൽ വെട്ടിയാനെ നായിക ചോദ്യം ചെയ്യാണ്. നാട്ടിലെ എല്ലാ സംഭവങ്ങളും നീയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി, എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ വെട്ടിയാൻ എന്തു പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. നിങ്ങൾ എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് അയാൾ പറയാണ്. എടാ, എന്താടാ മനസ്സിലാകാത്തത്, മര്യാദയ്ക്ക് സത്യം പറ, നീയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ വെട്ടിയാൻ അത് നിഷേധിക്കുന്നു. പിന്നെ ഈ വടി എവിടുന്നാ വന്നത്? നിന്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ അവിടെ ഈ പാവയും ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടു. എല്ലാം ആ കോട്ടയിൽ വെച്ച് കണ്ണൻ കണ്ടതാണ്. അവൻ സത്യം ഞങ്ങളോട് പറഞ്ഞു, നീയാണ് ആ പ്രേതം പോലെയുള്ള വേഷം കെട്ടി ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഉറപ്പായി കഴിഞ്ഞു. മര്യാദയ്ക്ക് സത്യം പറ എന്ന് പറഞ്ഞ് നായിക അയാളെ അടിച്ചു ചോദ്യം ചെയ്യുന്നു. അപ്പോഴാണ് വെട്ടിയാൻ ഒന്ന് പേടിക്കുന്നത്. ആ സമയത്ത് വെട്ടിയാൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പാവ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. വെട്ടിയാൻ വല്ലാതെ ഭയപ്പെട്ടു പോവാണ്. സത്യത്തിൽ അതെങ്ങനെ സംസാരിച്ചു എന്ന് വെച്ചാൽ നായികയുടെ കയ്യിൽ ഒരു AI സ്പീക്കർ ഉണ്ടായിരുന്നു. ആ AI അവർ ആ പാവയ്ക്കുള്ളിൽ സെറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷെ വെട്ടിയാൻ വിചാരിക്കുന്നത് ആ പാവയാണ് സംസാരിക്കുന്നതെന്നാണ്. അപ്പോൾ പാവ പ്രേതമാണെന്ന് തോന്നുന്നുണ്ട്, ആ സാത്താൻ ഇവിടെ വന്നു കഴിഞ്ഞു എന്ന് വിചാരിച്ച് അയാൾ പറയുന്നുണ്ട്, പെട്ടെന്നാവട്ടെ, ഞാൻ സത്യം പറയാം. ഒരു പ്രേതത്തിന്റെ ശബ്ദം പോലെ വളരെ കനത്ത സ്വരത്തിലാണ് വെട്ടിയാൻ സംസാരിക്കുന്നത്. എന്താണ് ഇത്, ശബ്ദം മാറ്റി സംസാരിക്കുന്നോ എന്ന് നായിക ചോദിക്കുകയാണ്. അതെ, ഇതെല്ലാം ചെയ്തത് ഞാനും എൻ്റെ കൂടെയുള്ള 3 പേരും ചേർന്നാണ്. അതിനെല്ലാം കാരണം ആ നിധിയാണ്. ആ നിധി ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ 8 പേരെ ഇതുപോലെ സാത്താന് ബലി കൊടുക്കണം. അതിൽ 4 പേരുടെ കണക്ക് കഴിഞ്ഞു. ഇനിയും 4 പേര് ബാക്കിയുള്ളപ്പോഴാണ് നിങ്ങൾ വന്ന് ഇതൊക്കെ നശിപ്പിച്ചത്. ഇന്നുകൂടി ഞങ്ങൾ ആ കാര്യം ചെയ്തില്ലെങ്കിൽ നാളെ മുതൽ ഈ ഗ്രാമത്തിൽ വലിയ വിപത്തുകൾ സംഭവിക്കും. ഇതെല്ലാം ആ സാത്താന്റെ കൺട്രോളിലാവും. അതിനുശേഷം സാത്താൻ ആ കുടിയിൽ നിന്നും പുറത്തു വന്ന് ഈ ഗ്രാമത്തെ തന്നെ ഇല്ലാതാക്കും എന്ന് അയാൾ പ്രേതത്തെ പോലെ സംസാരിക്കുന്നു. നായികയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എങ്കിലും വെട്ടിയാൻ പറഞ്ഞൊരു ഡീറ്റെയിൽ മാത്രം അവർ ശ്രദ്ധിക്കുന്നു. എന്താ, നിധിക്ക് വേണ്ടിയാണോ ഇതെല്ലാം ചെയ്തത്? എന്നിട്ട് ഇനിയും 4 പേര് ഇതുപോലെ ചെയ്യാൻ പോവാണല്ലേ? നിന്റെ കൂടെ ആരാണ് ഇതിനെ സഹായിച്ചത് എന്ന് അവർ ചോദിക്കുകയാണ്. ഇതെല്ലാം എവിടെ വെച്ചാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ആ പഴയ കോട്ടയിൽ വെച്ച് എന്ന് വെട്ടിയാൻ സത്യം പറയുന്നു. അതിനുശേഷം നായിക തങ്ങളുടെ പോലീസ് പടയെയും നാട്ടുകാരെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ആ പഴയ കോട്ടയിലേക്ക് പോകുന്നു. ഇപ്പോൾ ആ കോട്ടയ്ക്കുള്ളിലുള്ള 3 ജോക്കർമാർ, എടാ, നമ്മുടെ ഗുരു പോലീസിന്റെ കയ്യിൽ പെട്ടുപോയി, ഇനി നമ്മൾ ഈ സ്ഥലത്തൊന്നും രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ നമ്മളും പിടിക്കപ്പെടും എന്ന് പറഞ്ഞ് ആ കോട്ടയുടെ വാതിലടച്ച് അവർ 3 പേരും പുറത്തേക്ക് വരുന്നു. എന്നാൽ പുറത്തു വരുമ്പോൾ തന്നെ അവിടെ നാട്ടുകാരും നമ്മുടെ നായികയും എല്ലാവരും തടിച്ചുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. നായിക ആ 3 പേരുടെയും അടുത്ത് വന്ന് പറയുന്നുണ്ട്, നാട്ടിലുള്ള ഒരു പഴയ കഥ സത്യമാണെന്ന് വിശ്വസിച്ച് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ നിങ്ങൾ? നിങ്ങളുടെ മുഖത്തുള്ള ആ മാസ്ക് ഊര്, നിങ്ങൾ ആരാണെന്ന് എനിക്കൊന്ന് കാണണം. ആദ്യം ഒരാളുടെ മാസ്ക് ഊരുമ്പോൾ അത് ആ നാട്ടിലെ ഐമാൻ ആണെന്ന് മനസ്സിലാവുന്നു. രണ്ടാമത്തെ ആളുടെ മാസ്ക് ഊരുമ്പോൾ അത് ആ പാട്ടുമാഷാണെന്നും വ്യക്തമാവുന്നു. ഇനി മൂന്നാമത്തെ പ്രധാന ജോക്കറുടെ മാസ്ക് ഊരുമ്പോൾ അത് ആ നാട്ടിലേക്ക് പുതുതായി വന്ന ടീച്ചറാണെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഇവർ 3 പേരും ചേർന്ന് ആ വെട്ടിയാനോടൊപ്പം നിധിക്ക് ആശയപ്പെട്ട് ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്യുകയായിരുന്നു എന്ന് നായിക ഉറപ്പിക്കുന്നു. ഇപ്പോൾ ഇവർ 4 പേരെയും പോലീസുകാർ ജയിലിലടക്കുകയാണ്. ഒരു വിധത്തിൽ നായിക ഈ കേസ് സോൾവ് ചെയ്തതിനു ശേഷം വളരെ സന്തോഷത്തോടെ അവർ തങ്ങളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ്. അവർ മറ്റൊരു നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോഴാണ് നായികയെ കാണാൻ 2 സ്ത്രീകൾ ഓടി വരുന്നത്. ഈ 2 പേരാരാണെന്ന് വെച്ചാൽ ആ വെട്ടിയാന്റെ ഭാര്യമാരാണ്. അവർ വെട്ടിയാനെ കുറിച്ച് ഭയാനകമായ ഒരു സത്യം പറയുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ വെട്ടിയാൻ ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ളവനല്ല. ഓപ്പണിംഗ് സീനിൽ ആ ഗ്രാമത്തിൽ 30 വർഷം മുമ്പ് ഒരാൾക്ക് കുട്ടിയുണ്ടായെന്ന് പറഞ്ഞില്ലേ, സത്യത്തിൽ ജനിച്ചത് ആ വെട്ടിയാനാണ്. വെട്ടിയാന് പുരുഷത്വമില്ല എന്ന് അച്ഛൻ അറിഞ്ഞപ്പോഴാണ് മനം നൊന്ത് അയാൾ അവിടെ നിന്നും പോയത്. പുരുഷത്വമില്ലാത്ത അവൻ എന്തിനാണ് 2 പേരെ കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചാൽ നാട്ടുകാരുടെ ചോദ്യങ്ങളെ നേരിടാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അവന് കുറെ നാളായി തന്നെ അമാനുഷികമായ പല സംഭവങ്ങളും അനുഭവപ്പെടുന്നുണ്ട്. ശ്മശാനത്തിൽ തന്നെ എപ്പോഴും ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടെ അവൻ പ്രേതം ബാധിച്ചതുപോലെ സംസാരിക്കാറുണ്ട്. അതിലൂടെ അവനിൽ എന്തോ ഒരു പ്രേതം കയറിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. മാനസികമായി അവൻ വളരെ നല്ലവനാണ്, പാവമാണ്. അവൻ അറിയാതെ ആരോ അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതാണ് എന്നവർ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നായികയ്ക്ക് ചിരിയാണ് വരുന്നത്. മാഡം, വേണമെങ്കിൽ നിങ്ങൾ ജയിലിൽ പോയി അവനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു നോക്ക്. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അവൻ വളരെ നല്ലവനാണ് എന്നവർ കരഞ്ഞു പറയുമ്പോൾ നായികയ്ക്ക് ചെറിയൊരു സംശയം തോന്നുന്നു. ശരി, ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞ് നായിക വീണ്ടും ജയിലിലേക്ക് വരികയാണ്. ജയിലിൽ വെട്ടിയാനും ആ 3 പേരും ഉണ്ട്. വെട്ടിയാന്റെ അടുത്ത് ചെന്ന് അയാളുടെ ഭാര്യമാര് പറഞ്ഞ കാര്യങ്ങളൊക്കെ നായിക അയാളോട് പറയുന്നു. എന്താണ് നിങ്ങളിവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ വെട്ടിയാൻ പറയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മാഡം, ഇതിനെല്ലാത്തിനും കാരണം ആ സാത്താനാണ്. ആ സാത്താന് ഞങ്ങൾ ഇതെല്ലാം കൊടുത്തേ മതിയാവും, ഇല്ലെങ്കിൽ സാത്താൻ ദേഷ്യപ്പെടും. ദേഷ്യപ്പെട്ടാൽ അവൻ ആ കുഴിയിൽ നിന്നും പുറത്തു വരും. പിന്നെ ഈ ഗ്രാമം തന്നെ വലിയ ആപത്തിലാവും മാഡം എന്ന് പറഞ്ഞ് വെട്ടിയാൻ അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. എന്താണ് നീ ലൂസിനെ പോലെ സംസാരിക്കുന്നത്? ഇത് ഡിജിറ്റൽ ഇന്ത്യ ആണ്, നിനക്ക് അതൊക്കെ അറിയാമോ? നിന്നെ ഞാൻ പറ്റിച്ചതാണ്. ആ പാവയിൽ സംസാരിക്കുന്നത് AI ആണ്. എന്നിട്ടും നീ സാത്താൻ, കുഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ?
അതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് നായിക പറയാണ്. മാഡം, സാത്താനാണ് ഞങ്ങൾ 4 പേർക്ക് ഈ പണി തന്നത്. ഇപ്പോൾ ആ ജോലി ഞങ്ങൾ ശരിക്ക് ചെയ്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജീവൻ ആ സാത്താൻ എപ്പോൾ വേണമെങ്കിലും എടുത്തേക്കാം എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റേഷനിൽ അടുത്ത സെല്ലിലുള്ള ആ 3 തടവുകാരുണ്ടല്ലോ, അതായത് ടീച്ചർ, ഐമാൻ, പാട്ടുമാഷ്, അവർ 3 പേർക്കും പെട്ടെന്ന് ശരീരത്തിൽ എന്തൊരു പ്രേതം കയറിയതുപോലെ പെടഞ്ഞു മരിക്കുന്നതായി കാണിക്കുന്നു. ഇത് കണ്ടിട്ട് വെട്ടിയാൻ അടുത്തത് ഞാനാണ് മാഡം എന്ന് പറയുന്നതും അവൻ അവിടെ വെച്ച് തന്നെ മരിക്കുന്നതായി കാണിക്കുന്നു. ഇത് നേരിട്ട് കാണുന്ന നായിക ആകെ ഭയന്നു പോവാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇതിന് പിന്നിൽ സത്യമായിട്ടും ഒരു സാത്താനുണ്ടെന്ന്. അങ്ങനെ ആ സാത്താനിൽ നിന്നും ഈ ഗ്രാമത്തെ രക്ഷിക്കാനും ആ കോട്ടയിലുള്ള സാത്താനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുമായി നായിക ആ കോട്ടയ്ക്കുള്ളിൽ പോവാണ്. കോട്ടയ്ക്കുള്ളിൽ ചെന്ന് നോക്കുമ്പോൾ തുമ്പാട് സിനിമയിൽ കാണുന്നത് പോലെ ഭയാനകമായ ഒരു സ്ഥലമാണത്. അതിനുള്ളിൽ നിന്ന് ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളും നിലവിളികളും കേൾക്കുന്നു. ഇത് കേട്ട് അവരാകെ മരവിച്ചു പോവാണ്. അപ്പോഴാണ് അവർ ആ കോട്ടയുടെ മധ്യഭാഗത്തേക്ക് പോകുന്നത്. അവിടെയുള്ള ഒരു ചെറിയ കുഴിക്കുള്ളിലാണ് ആ സാത്താനുള്ളത്. പെട്ടെന്ന് ആ കുഴി തുറക്കപ്പെടുന്നു. അതിനുള്ളിൽ നിന്നും എന്തോ ഒരു വെളിച്ചം വരാണ്. ഇപ്പോൾ ആ വെളിച്ചം നമ്മുടെ നായികയുടെ മുഖത്ത് പതിക്കുമ്പോൾ നായികയ്ക്കുള്ളിലും ആ സാത്താൻ കയറുന്നതായി അവിടെ കാണിക്കുന്നു. അങ്ങനെ സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ലീഡ് നൽകിക്കൊണ്ട് ഈ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. സോ സിനിമയുടെ കഥ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.